ഹലോ. കുറച്ച് ദിവസമായിട്ട് എന്നെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എൻ്റെ മടി. പിന്നെ രണ്ടാമത് ഫോൺ ഒന്ന് ചെറുതായിട്ട് പണി മുടക്കിയിട്ടുണ്ടായിരുന്നു. പണി മുടക്കി പറഞ്ഞാൽ കേടായിട്ടല്ല. സ്റ്റോറേജ് ഒന്ന് കേറിപ്പോയി. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ കുറച്ച് ടൈം എടുത്തു. ഇപ്പോഴും ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ കുറച്ച് സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ എന്നത്തെയും പ്രിയപ്പെട്ട എൻ്റെ പൂവടയെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ ആരൊക്കെ കുഴച്ച മാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തന്നെ കുഴച്ച് ഇതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ വറുത്ത പൊടിയോ എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായി തിളയ്ക്കുമ്പോൾ 1 ഗ്ലാസ് പൊടിയെടുക്കുക. എൻ്റെ വീട്ടിലെ പൊടിയുടെ സ്വഭാവം അനുസരിച്ച് 2 ഗ്ലാസ് വെള്ളത്തിക്ക് 1 ഗ്ലാസ് പൊടി മതി. ഇനി നിങ്ങളുടെ വീട്ടിലത്തെ പൊടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്യണേ. എന്നിട്ട് പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് നമ്മുടെ വീതിനെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അവിടേക്ക് നമ്മുടെ ഈ മാവ് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് കുഴയ്ക്കുക. കുഴക്കുന്നതിൽ ഒരു അപേക്ഷയും ഉപേക്ഷയും നിങ്ങൾ വിചാരിക്കരുത്. കാരണം എൻ്റെ മടി കാരണം ഞാൻ കുറച്ച് കുഴച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പത്തിരിക്കൊന്നുമല്ലല്ലോ, വല്ലാതെ കുഴക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചു. ഇടയ്ക്കൊന്ന് കയ്യിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് വേണം നിങ്ങളിതിങ്ങനെ നന്നായിട്ട് കുഴയ്ക്കാൻ. ഞാനൊരു വീഡിയോയിലോ മറ്റോ കണ്ടു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഇതിങ്ങനെ കുഴച്ചാൽ മതിയെന്ന്. പക്ഷെ നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് നമുക്കതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചു. എനിക്ക് ഈ സംഭവം വല്ലാതെ ഇഷ്ടമാണെങ്കിൽ പോലും ഞാനിതിനോട് വല്ലാതെ മെനക്കെട്ടിട്ടില്ല. കാരണം ഉമ്മ ഇത് നന്നായിട്ട് വീട്ടിലുണ്ടാക്കും. അപ്പം പിന്നെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പക്ഷേ കാണുമ്പോൾ 1, 2, 3 ഇൻഗ്രീഡിയൻ്റ് വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. സിമ്പിളാണ്. ബിരിയാണി ആണെങ്കിലോ 10 ഇൻഗ്രീഡിയൻ്റൊക്കെ വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ അത് കുറച്ച് ടഫാണെന്ന് തോന്നും. പക്ഷേ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഇങ്ങേരാണ് വലിയ വില്ലൻ. എന്തെങ്കിലും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആൾ തന്നെ മാറിപ്പോവും. അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ സ്റ്റേജ് വല്ലാത്ത കഷ്ടപ്പാടായിരിക്കും. ബിരിയാണി സാറിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. പക്ഷേ ഇങ്ങനെ പറ്റില്ല. അതെനിക്ക് മനസ്സിലായത് ഇതിൻ്റെ അടുത്ത സ്റ്റേജുകളിലേക്ക് ഞാൻ വന്നപ്പോഴാണ്. ഇത്രയും കുറച്ച് ഞാൻ അവിടെ മതിയാക്കി ഓരോ ഉരുളയാക്കി എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്ത് ഇങ്ങനെ പരത്തി കിട്ടി. മറ്റേ പ്രസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പരത്തിയിട്ട് അതിലേക്ക് ഈ തേങ്ങ, ശർക്കര ഇവരാണ് ഇതിലെ മെയിൻ. തേങ്ങ ചിരകി ശർക്കരയും ചുരണ്ടി രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മധുരാവശ്യമുള്ളവർക്ക് ശർക്കര ആവശ്യത്തിലധികം ചേർക്കാം. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും സമാസമം മിക്സ് ചെയ്ത് ഈ വട്ടത്തിൽ പരത്തുന്നുണ്ടല്ലോ അതിലേക്ക് ഇട്ടു. ഇത് ഞാനിങ്ങനെ പരത്തുന്നത് ഇങ്ങനെ കൈകൊണ്ടാക്കുമ്പോൾ അത് ഉടഞ്ഞു പോകുന്നതുകൊണ്ടാട്ടോ. സത്യം പോലെ പറയണമല്ലോ. അങ്ങനെ നമ്മുടെ പൂവട നെക്സ്റ്റ് റൗണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഗസ്റ്റ് വന്നു. ആരാന്നല്ലേ കാണിച്ചു തരാം. അതുപോലെ നാമത്തെ ഇമ്മ സ്വന്തം നിന്നച്ചു ഇമ്മ തോന്ത് തേച്ചുന്നയ്യേ ഇമ്മ എന്തിനാണ് നാളെ നായ നാളെ ഹാപ്പി ദിയ നായ നായ നാളെ നീച്ചുമ്പോൾ ഹാപ്പി ദി ഇതുണ്ട് നാളെ നായ മമ്മി നീച്ചുമ്പോൾ എന്താ ഹാപ്പി ദിയ.
നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ വരെ എലി പാഞ്ഞു വരുമെന്ന് പറഞ്ഞ പോലെ മാവ് കുഴയ്ക്കുന്നുണ്ടെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും മണം പിടിച്ചു വരും. ഇതെങ്ങനെയൊക്കെപ്പാടെ ഉണ്ടാക്കുമെന്ന് ഞാൻ ആകെപ്പാടെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ വരവ്. ഞാൻ മാവെടുത്ത് ഒന്നും കൂടെ കുഴച്ചു കേട്ടോ. ഇനിയിപ്പോൾ മാവ് ഞാൻ കുറച്ച് കമ്മിയായത് കൊണ്ടാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ മൂന്നാമത്തെ ആളെ ഉണ്ടാക്കി. ഒരു രക്ഷയില്ല, എനിക്കങ്ങോട്ട് ഷേപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഒന്നിലൊക്കെ കിട്ടി, രണ്ടിൽ കിട്ടി. പിന്നെ ഞാൻ അങ്ങേരുടെ ഷേപ്പ് ഒന്നങ്ങോട്ട് മാറ്റിയെടുത്തു. അങ്ങനെ ഫില്ലിങ്സൊക്കെ നിറച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ഷേപ്പാക്കിയെടുത്ത് ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ ഷേപ്പ് തന്നെ കിട്ടുന്നുണ്ട്. അതെടുത്ത് ഇങ്ങനെ ഷേപ്പാക്കിയാൽ മതി. എനിക്ക് ഷേപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓട്ടപാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പൂവടയും കൊഴുക്കട്ടയൊക്കെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ കുറച്ച് സിമ്മാക്കി, അതായത് തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ആള് കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷേപ്പ് ഒന്നും കൂടെ മെച്ചപ്പെടുത്താമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിലെ ഫില്ലിങ്സ് അത് പറയണമല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ഇത് അവിയിൽ വേവിക്കാൻ. ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സംഭവം എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? കാണാൻ ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.